ഒരു ക്വാർട്ടർ ഇപ്പോൾ Q1 എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. നമുക്ക് Q1 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ Q1, Q2, Q3, Q4 വീണ്ടും Q1, Q2, Q3 എന്നുള്ള രീതിയിൽ, അതായത് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ഓരോ ക്വാർട്ടറുകൾ 4 ക്വാർട്ടറുകളായിട്ട് ഇതേ രീതിയിൽ Q1, Q2, Q3 എന്നുള്ള രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയും. നമുക്ക് ഡേറ്റ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡേറ്റ് കൊടുത്തു നോക്കാം. അവിടെ ഡേറ്റ് കൊടുക്കുന്നു 12, പിന്നെ / കൊടുത്തു 5 എന്ന് കൊടുത്തു, അതിനുശേഷം 21 എൻ്റർ ചെയ്യുക. അവിടെ ഡേറ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേറ്റുകൾ ഇതേ രീതിയിൽ നമുക്ക് ഫില്ലാക്കി കൊണ്ടുവരാൻ കഴിയും. ഇനി ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഇതിനെ റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുമെങ്കിൽ ഇവിടെ നമുക്ക് അടുത്ത ഡേറ്റുകൾ കിട്ടും. ഇവിടെ ഇങ്ങനെ വരാൻ കാരണം ഈ സെല്ല് വലുപ്പമില്ലാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ഇവിടെ ഡബിൾ ഹെഡഡ് കോളത്തിൻ്റെ രണ്ടിൻ്റെയും ഇടയിലേക്ക് മൗസ് കേഴ്സർ കൊണ്ടുവരുമ്പോൾ ഡബിൾ ഹെഡഡ് ആരോ ആയി മാറും. അപ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതായത് ഇവിടെ ടെക്സ്റ്റ് കൊള്ളാനുള്ള സ്പേസ് ഇതിൻ്റെ വിഡ്ത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് ഇതേ രീതിയിൽ ഹാഷ് സിമ്പിൾ വന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വിഡ്ത്ത് മാറ്റാം. വിഡ്ത്ത് മാറ്റാൻ പറയുമ്പോൾ കോളങ്ങളുടെ വിഡ്ത്ത് മാറ്റാൻ 2 കോളത്തിൻ്റെയും ഇടയിലേക്ക് മൗസ് കേഴ്സർ കൊണ്ടുവരുമ്പോൾ ഇതേ രീതിയിൽ ഡബിൾ ഹെഡഡ് ആരോ ആയി മാറും. അപ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് ഇത് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യണമെങ്കിൽ 2 സെല്ലുകൾ ഇതേ രീതിയിൽ കോളം നെയിമിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ 2 സെല്ലുകളും സെലക്ട് ആകും. അതിനുശേഷം ഇവിടെ ഡബിൾ ഹെഡഡ് ആരോയി മാറുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് അതിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ആകും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. ഡേറ്റുകൾ ഇതേ രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി ടൈം ആണെങ്കിൽ ടൈം ഫില്ല് ചെയ്യാം. ടൈം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. നമുക്ക് ടൈമാണ് ഫില്ല് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ 8 എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ 00 കൊടുത്താൽ ഇത് ടൈമായിട്ട് എടുക്കും. ടൈം എൻ്റർ ചെയ്തു. അതിനുശേഷം വീണ്ടും ഇവിടെ 8 എന്ന് കൊടുത്തു, കോളൻ കൊടുത്തു, അതിനുശേഷം 15 എന്ന് കൊടുത്തു നിൽക്കുന്നു. അതിനുശേഷം ഇത് 2 സെല്ലുകൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കി സമയം ഇതേ രീതിയിൽ 8:15, 8:30, 8:45 എന്നുള്ളതിലേക്ക് നമുക്ക് ആ സീരീസ് ഫില്ല് ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോ ഫില്ല് ചെയ്യുന്നത്. അതായത് ഫില്ല് ചെയ്യുന്നത് ഡാറ്റകൾ വളരെ എളുപ്പത്തിൽ ഡാറ്റകൾ ഫില്ല് ചെയ്യാൻ കഴിയും. കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. നെക്സ്റ്റ് നമ്മൾ ഇതിൽ ഡേറ്റ് എൻ്റർ ചെയ്യുന്നത് പഠിക്കാം. ഡേറ്റ് എൻ്റർ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇന്നത്തെ ഡേറ്റ് കൊടുക്കണമെങ്കിൽ 29 / കൊടുത്തു. അതിനുശേഷം ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ, ഏപ്രിൽ, അപ്പോൾ 4-ാം മാസമാണ് 4 എന്ന് കൊടുത്തു. എൻ്റർ കീ പ്രസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഏപ്രിൽ ഇത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഇത് സെല്ല് സെലക്ട് ചെയ്താൽ 29/4/2004 എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയും ഫോർമുല ബാറിൽ. നമ്മൾ കൊടുത്തത് എത്രയാണ്? 24. ഇനി നമുക്ക് മറ്റൊരു ഡേറ്റ് കൊടുത്തു നോക്കാം. ഇവിടെ 12/5/21 എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 12/5/2021 എന്ന് കാണാം. മറ്റൊരു ഡേറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റർ ചെയ്യുന്നു, 16/8/29 എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ 2029. ഇനി അതേ ഡേറ്റ് നമ്മൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാണ്, 17. ഇവിടെ നമ്മൾ / പകരം ഹൈഫൺ ഇട്ടാലും മതി. -08-30 എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ ഇയറിന് നമ്മൾ 2 നമ്പറാണ് കൊടുത്തത്, 30 എന്നുള്ളത്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 1930 എന്ന് വന്നു. അതായത് നമ്മൾ ഡേറ്റ് എൻ്റർ ചെയ്യുമ്പോൾ 0 മുതൽ 29 വരെ, ഇവിടെ നമ്മൾ പറയാം 0 to 29 വരെ ഈ സെഞ്ചുറിയിലെ ഡേറ്റും, അതായത് 29 മുതൽ 99 വരെ കഴിഞ്ഞ സെഞ്ചുറിയിലെ ഡേറ്റും ആയിരിക്കും വരിക. അതായത് ഇവിടെ 29 എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 0, 1, 2, 3 ഇങ്ങനെ 29 വരെ കൊടുക്കുകയാണെങ്കിൽ 2029 അല്ലെങ്കിൽ 2025, 2021 എന്നുള്ള രീതിയിൽ വരും. അതേ സ്ഥാനത്ത് 30 മുതൽ 30 മുതൽ മുന്നിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്ത് ഇതാണ്. ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി കൊടുത്തു നോക്കാം. 1, 2, 35 എന്ന് കൊടുത്താൽ 1935 വരിക. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഡേറ്റ് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് 1, 2, 2035 ഇങ്ങനെ കൊടുത്താൽ 2035 വരും. 2 നമ്പറേ കൊടുക്കുന്നുവെങ്കിൽ അത് 1935 എന്നുള്ള രീതിയിലേക്ക് ബാക്കോട്ട് കഴിഞ്ഞ സെഞ്ചുറിയിലേക്ക് പോകും. അത് വിൻഡോസിൻ്റെ ഒരു സെറ്റിങ്സിൽ നമ്മൾ ഇതേ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേഞ്ച് ചെയ്താൽ ഇവിടെ ചേഞ്ച് ആകും. ഡിഫോൾട്ടായിട്ട് വിൻഡോസിൻ്റെ സെറ്റിങ്സിൽ 0 മുതൽ 29 വരെ ഈ സെഞ്ചുറിയും 30 മുതൽ 99 വരെ കഴിഞ്ഞ സെഞ്ചുറി, അതായത് 1900-ലെ ഡേറ്റുമാണ് ഡിഫോൾട്ടായിട്ട് സെറ്റാകുക, എടുക്കുക എന്നുള്ളതാണ്.
ഇങ്ങനെയാണ് ഡേറ്റ് നമ്മൾ എൻ്റർ ചെയ്യുക. ഡേറ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് \/ ആയിട്ടോ അല്ലെങ്കിൽ ഹൈഫൺ ആയിട്ടോ സെപ്പറേഷൻ ഉപയോഗിക്കാം.